വയനാട് മൊതക്കരയിൽ പ്രദേശവാസികൾക്ക് സഞ്ചരിക്കാൻ റോഡില്ലാത്ത അവസ്ഥയാണ്. മൊതക്കര അവരയിൽ പാലം പണിയുടെ ഭാഗമായി നിർമ്മിച്ച ബദൽ പാത മഴയത്ത് തകർന്നടിഞ്ഞതോടെ ഒറ്റപ്പെട്ട നിലയിലാണ് നാട്ടുകാർ. കാൽനടയാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കാലുകൾക്ക് കരുത്തുകൂട്ടുക. കാരണം ഈ പാത ഇനി നടന്നു നീങ്ങാനല്ല, ചാടിക്കടക്കാനാണ്. ബദലൊരുക്കിയതോ ഇങ്ങനെയായി. 6 മാസം മുമ്പ് തുടങ്ങിയ പാലം നിർമ്മാണം എവിടെ വരെയായി? മഴയായതുകൊണ്ട് ഒന്ന് നിർത്തിവെച്ചിരിക്കുകയാണേ. ആഹാ, ഇതിലും നല്ല ന്യായീകരണം സ്വപ്നങ്ങളിൽ മാത്രം. അപ്പോഴും പേടിക്കാനില്ല. മൊതക്കര ആയുർവേദ ആശുപത്രിയിലേക്കും ഗവൺമെന്റ് LP സ്കൂളിലേക്കും അങ്ങനെ വിവിധ സ്ഥലങ്ങളിലേക്കായി അടിയന്തരമായി പോകാൻ പാതയുണ്ട്. മഴ പെയ്ത് നല്ല ചെളിയുള്ളതിനാൽ സഞ്ചരിക്കാൻ വലിയ പ്രയാസമില്ല. ബദൽ റോഡ് ഇന്നലെ മഴയത്ത് ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു. ശക്തമായ മഴ ഇന്നലെ പെയ്ത് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ, അപ്പോഴേക്ക് തന്നെ അത് ഒലിച്ചു പോയി. അപ്പോൾ ഇവിടെ നമ്മളിപ്പം സ്കൂളിലേക്ക് പോകണമെങ്കിൽ കുട്ടികൾക്കും ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോകുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് എത്രയും പെട്ടെന്നൊരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഇവിടെ പറയാനുള്ളത്. പാലം അത്യാവശ്യമാണ്, നടപടികൾ വേഗത്തിലാക്കണം. അതിനു മുമ്പ് യാത്രയ്ക്ക് പറ്റുന്ന ഒരു താൽക്കാലിക സംവിധാനം വേണമെന്ന് ആവർത്തിക്കുകയാണ് നാട്ടുകാർ. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.